കിലുക്കിലുങ്ങളൊരലുക്കത്തിട്ട് മിന്നും കസവണി തട്ടമിട്ട് മുന്തിരി ചുണ്ടിൽ പുഞ്ചിരിയിട്ട് വാടി മെഹറുബാ ഒന്ന് വാടി മെഹറുബാ. മെഹറുബാ മെഹറുബാ ഹേ പുതുക്ക പെണ്ണേ മെഹറുബാ 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 പുതുക്ക പെണ്ണേ മെഹറുബാ പത്തുകൊട്ട പൊന്ന് നിന്റെ മഹർ മെഹറുബാ നിന്റെ പകിട്ടിലെ കണ്ണ് വെക്കണ പുതുമണവാളൻ മെഹറുബാ മെഹറുബാ കൊള്ളി പെണ്ണേ മെഹറുബാ കഞ്ചക പൂഞ്ചെണ്ടിനൊത്തൊരു മുത്തേ മെഹറുബാ നാളെ ഇരസപ്പും കാവനത്തില് മധുവിധുവല്ലേ ദേവു ഒപ്പനയൊക്കെ കളിച്ചല്ലോ. മണവാട്ടിയായിരുന്നല്ലേ? മണവാട്ടിയില്ലായിരുന്നു, മണവാട്ടിയുടെ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയാം. മണവാട്ടിയുടെ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയാം. എന്തായാലും കൊള്ളാം. ഓക്കെ, ചോദിച്ചു നോക്കാം. ഷാനിക്ക എന്തോ എപ്പോഴും അങ്ങനെയാ വിളിക്കാ ദേവു. കുഴപ്പമില്ലാതെ പാടി മോളെ. താങ്ക് യു. കുറച്ചുകൂടെ ഗുമ്മാവാമായിരുന്നു എന്നൊരു
അല്ലേ? ഇത്തവണ വീണ്ടും സെലക്ഷൻ നമ്മളെ ഒന്ന് കുടിക്കുകയോ എന്നൊരു സംശയം. കാരണം അഫ്സൽക്ക പാടിയ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ മോള് എന്തൊക്കെ മാണിക്ക കല്ലേന്ന് കല്ലും മുള്ളും എന്തൊക്കെയായിരുന്നു എറിഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങോട്ടേക്ക്. ഭയങ്കര ശ്രീക്കിയായിട്ട് അങ്ങനെ നിന്ന്. ഇത് കാരണം ബാക്കി ജോത്സ്നല്ലേ പാടിയത്. ജോത്സ്ന എങ്ങനെയാണ് പാടി വെച്ചതെന്നുള്ളത് നമുക്കറിയാലോ. ഞാൻ പറയുന്നത് അതുപോലെ റിപ്രൊഡ്യൂസ് ചെയ്യാനല്ല, പക്ഷെ കുറച്ചുകൂടെ ഒരു ഗുമ്മാവാം. ഇത് പിച്ച് കുറച്ചിട്ടോ ടെമ്പോ കുറച്ചിട്ടോ ഒന്നും ഇല്ലല്ലോ. ശ്രുതി ജി എന്നത് എഫിലോട്ട് മാറ്റിയായിരുന്നു. ഒരു സ്കെയിൽ കുറച്ചു. മാണിക്കക്കല്ലൊക്കെ അല്ല, ഞാൻ അതാണ് ഇത് കമ്മിങ് ടു ദാറ്റ്. വേറെ ഒരു സോങ് എടുക്കായിരുന്നു എന്നൊരു തോന്നൽ കേട്ടാ. പിന്നെ കുറച്ച് കോറസ് ഗംഭീരായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ആലോചിച്ചത് അതായിരുന്നു. കാരണം ദേവനെ ബാക്ക് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സൊക്കെ ആ ഒരു എനർജി അങ്ങോട്ടേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ദേവികയെ നോക്കി ഇങ്ങനെ എല്ലാവരും ദേവികയെ നോക്കിക്കൊണ്ടിരുന്നത്. ആ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ പാടിയത്. അടിപൊളിയായിരുന്നു കേട്ടോ, ഗംഭീരായിരുന്നു. എന്തിനവന്മാരൊക്കെ ഒപ്പന കളിച്ചോണ്ടിരുന്നു. ആ അതാണ്. അപ്പൊ എനിക്ക് ഫെസ്റ്റിവൽ സോങ് വേറെ ഏതെങ്കിലും ഒരു സോങ് എടുക്കായിരുന്നു എന്നൊരു സജഷൻ കേട്ടോ. ബാക്കി മോള് ഒരുവിധം ഭാഗങ്ങളൊക്കെ നല്ല രസത്തിൽ തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ജോത്സ്ന പാടിയ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കുറച്ചുകൂടെ ഗും, ഈ പുള്ളിയുടെ വാക്കാത് കുറച്ചുകൂടി ഗും ആവാമായിരുന്നു എന്നൊരു അഭിപ്രായം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മോളെ ജയചന്ദ്രന്റെ നല്ലൊരു പാട്ട്, ബ്യൂട്ടിഫുൾ സോങ്. മോളെ എന്തൊക്കെയായാലും മോളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ടോപ്പ് പോർഷൻ അതൊരു ഗും വേണ്ടേ? അതെന്താ ഇല്ലാത്തത്? എനിക്ക് ഗുമ്മില്ല, കാര്യം ശബ്ദം മോക്ക് വേണ്ടേ? അതെന്താണ് അവിടെ പാടുമ്പോൾ ഒരു ഒന്നുകൂടെ ഒന്ന് പാടാമോ? പല്ലവി പാടുമ്പോൾ ഉള്ള സന്തോഷം ഇത് പാടുമ്പോഴും വേണ്ടേ? മോണെന്തിനാ കരയുന്നത്? ചിരിച്ചോണ്ട് പാട്. ചിരിക്കു വച്ചേ ശബ്ദം മോളെ കുറച്ചുകൂടെ സന്തോഷാവാം. ഒരു ഹാപ്പിനെസ് എനിക്കത് മോളീ മുകളിൽ പാടുമ്പോൾ അത് ഫീൽ ചെയ്തില്ല. അത് കുറച്ചും കൂടെ ചിരിച്ചോണ്ട് പാടാൻ പറ്റുമോ? പാടിക്കഴിഞ്ഞ് ചിരിക്കാനല്ല, പാടുമ്പോ ചിരിക്കാമോ? ഗുഡ് മോളെ, ഗുഡ്. അതൊക്കെ ഒന്ന് ശരിയാക്കിയാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഒരു നല്ല പാട്ടാണ്. അഫ്സലും ജോൾസനെയും കാര്യം ഇവരൊക്കെ നമ്മുടെ നെഞ്ചിനോട് അടുത്ത് നിൽക്കുന്ന ആളെ പ്രത്യേകിച്ച് എം ജയചന്ദ്രൻ കുട്ടൻ നല്ല ഉഗ്രം പാട്ട്. കുറച്ചും കൂടെ ഗുമ്മാവാമായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ. മോളെ എല്ലാം പറഞ്ഞു ഷാനിക്കയും ശരത്തേട്ടനും. അതൊക്കെ തന്നെയാണ് കേട്ടോ. ആ മാണിക്കല്ലായിരുന്നു മെയിൻ പ്രശ്നം. അതിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു കയ്യിൽ നിന്ന് പോയത് മൊത്തത്തിൽ ഭയങ്കര ഷേക്ക് ചെയ്യായിരുന്നു. ഒന്നും ക്ലിയർ ആയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഓളം ഉണ്ടാക്കി. എന്നാലും കോമ്പറ്റീഷൻ ടൈറ്റ് ആവുകയാണ്. കുറച്ചുകൂടി ബെറ്റർ ചോയ്സ് എടുക്കായിരുന്നു. ഇപ്പം സെലിബ്രേഷൻ സോങ് ആണ്, റൈറ്റ്? ഇറ്റ്സ് എ സെലിബ്രേഷൻ സോങ് ആണ്, ഒരു മാറ്റവും ഇല്ല. ആണ് മോൾ എടുത്തിട്ട് വന്നത്. പക്ഷേ ബാക്കി നമ്മളിനിയിപ്പോൾ കോമ്പറ്റീഷനിൽ കുറേ പേര് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള സോങ് ഉണ്ടോ സെലിബ്രേഷനിൽ എന്ന് വെച്ചാൽ ഒരുപാട് സ്വരമുള്ള പാട്ടൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? കുറച്ചും കൂടിയൊക്കെ നമുക്ക് ഇപ്പോൾ വേഴ്സറ്റൈൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ വേറെ സ്റ്റൈൽ ഓഫ് സിംഗിങ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന, ഒന്ന് ഞെട്ടിപ്പിക്കാൻ പറ്റുന്ന സോങ് ഉണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ദേവു, മാർക്സ് ചോദിക്കാം. ശരത് സാർ ഇട്ടു. ഹരിച്ചേട്ടാ. പെർഫോമൻസ് ഓക്കെ, സോങ് സെലക്ഷൻ കുഡ് ബി ബെറ്റർ. 8. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ദേവിക
8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ടോട്ടൽ 16 marks. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.